എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കാനുള്ള സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്ര പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് എഫക്റ്റീവായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള സ്കില്ലും കോൺഫിഡൻസും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ 10 ലെവലായിട്ടാണ് പറയുന്നത്. ഒരു സിമ്പിൾ സെന്റൻസ് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഓരോ ലെവലിലും നമ്മൾ ഈ സെന്റൻസിനെ കുറച്ചുകൂടെ വലുതാക്കി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു സെന്റൻസ് ആക്കി മാറ്റുകയാണ്. ഓരോ തവണ നമ്മൾ സെന്റൻസ് വലുതാക്കുന്ന സമയത്തും നിങ്ങൾ എന്റെ കൂടെ തന്നെ ഒച്ചത്തിൽ അത് പറയാം. അതല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒച്ചത്തിൽ റിപ്പീറ്റ് ചെയ്യാം. കൊമന്റ്സിലൊക്കെ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ് ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഇംഗ്ലീഷിൽ കൂടുതൽ നേരം സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിക്കുകയാണ് ഒരു കാര്യത്തെ കുറിച്ചിട്ട് കൂടുതൽ നേരം ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട്. അപ്പോൾ എന്റെ കൂടെ തന്നെ നിങ്ങളും പറയാം, അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ലെവൽ 1 നമ്മളൊരു സിമ്പിൾ സെൻറ്റൻസ് വെച്ച് തുടങ്ങുകയാണ്. അത് നിങ്ങൾക്ക് എൻ്റെ കൂടെ പറയാം, അതല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് പറയാം. എ മാൻ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട്. എ മാൻ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട്. ഇതിൻ്റെ അർത്ഥം മിക്കവാറും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എ മാൻ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾ അല്ലെങ്കിൽ ഒരു പുരുഷൻ, ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട്, ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നു. ഒരു ബാങ്കിൽ പോകുന്നു, ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നു. എ മാൻ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട്. ഇനി ലെവൽ 2 എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. ഇതും എൻ്റെ കൂടെ തന്നെ പറയുക, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീഡിയോ പോസ് ചെയ്തിട്ട് ഒച്ചത്തിൽ റിപ്പീറ്റ് ചെയ്യുക. എ മാൻ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട് ടു സേവ് മണി. എ മാൻ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട് ടു സേവ് മണി. ഇപ്പം നമുക്കറിയാം അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയെന്നുള്ളത്. ടു സേവ് മണി, മണി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടെ പറയുക, എ മാൻ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട് ടു സേവ് മണി. ഇനി ലെവൽ 3 എന്താണ് പറയുന്നത് നോക്കാം. ഇവിടെ സെൻറ്റൻസ് കുറച്ചുകൂടെ വലുതാവുകയാണ്, കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആവുകയാണ്. എൻ്റെ കൂടെ തന്നെ പറയുക, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് ശേഷം റിപ്പീറ്റ് ചെയ്യുക. എ മാൻ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട് ടു സേവ് മണി ഫോർ ഹിസ് ഫ്യൂച്ചർ. ഒന്നുകൂടെ, എ മാൻ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട് ടു സേവ് മണി ഫോർ ഹിസ് ഫ്യൂച്ചർ. അപ്പോൾ ഇവിടെ അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് പണം സേവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഫോർ ഹിസ് ഫ്യൂച്ചർ, ഫ്യൂച്ചർ ഭാവി, ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ് പണം സേവ് ചെയ്യുന്നത്. ഒരാൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ കിട്ടുന്ന പണം മുഴുവൻ ചെലവഴിച്ചുകൊണ്ട് ഭാവിയിലേക്ക് ഒന്നും വയ്ക്കാണ്ടിരിക്കുക, അതല്ലെങ്കിൽ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് ഭാവിയിലേക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇവിടെ അയാൾ അങ്ങനെയാണ് ചെയ്യുന്നത്, സേവ് മണി ഫോർ ഹിസ് ഫ്യൂച്ചർ. ഒന്നുകൂടെ പറയുക, എ മാൻ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട് ടു സേവ് മണി ഫോർ ഹിസ് ഫ്യൂച്ചർ. ഇനി നമുക്ക് ലെവൽ 4 കിടക്കാം. ഇവിടെ സെൻറ്റൻസ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവുകയാണ്. എൻ്റെ കൂടെ തന്നെ പറയുക, എ മാൻ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട് ടു സേവ് മണി ഫോർ ഹിസ് ഫ്യൂച്ചർ ആൻഡ് പ്ലാൻസ് ടു ഇൻവെസ്റ്റ്. ഒന്നുകൂടെ, എ മാൻ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട് ടു സേവ് മണി ഫോർ ഹിസ് ഫ്യൂച്ചർ ആൻഡ് പ്ലാൻസ് ടു ഇൻവെസ്റ്റ്. ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? പണം സേവ് ചെയ്യുന്നത് ഫ്യൂച്ചറിന് വേണ്ടി മാത്രമല്ല, ഇവിടെ ഒരു ആൻഡും കൂടെ വന്നിട്ടുണ്ട്. അതായത് അയാൾ പണം സേവ് ചെയ്യുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഫ്യൂച്ചറിന് വേണ്ടി, ഭാവിയിലേക്ക് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അയാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നിക്ഷേപിക്കുക. അയാളുടെ കയ്യിലുള്ള പണം വെച്ചിട്ട് കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കാം. ഒന്നുകൂടെ പറയുക, എ മാൻ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട് ടു സേവ് മണി ഫോർ ഹിസ് ഫ്യൂച്ചർ ആൻഡ് പ്ലാൻസ് ടു ഇൻവെസ്റ്റ്. ഇനി നമുക്ക് ലെവൽ 5 നോക്കാം. നമ്മുടെ സെൻറ്റൻസ് കുറച്ചുകൂടെ വലുതാവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ പറയുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം റിപ്പീറ്റ് ചെയ്യുക. എ മാൻ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട് ടു സേവ് മണി ഫോർ ഹിസ് ഫ്യൂച്ചർ ആൻഡ് പ്ലാൻസ് ടു ഇൻവെസ്റ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഒന്നുകൂടെ, എ മാൻ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട് ടു സേവ് മണി ഫോർ ഹിസ് ഫ്യൂച്ചർ ആൻഡ് പ്ലാൻസ് ടു ഇൻവെസ്റ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ലെവൽ 4 ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി, സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ എന്ന് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ്, പ്ലാൻസ് ടു ഇൻവെസ്റ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം, എ മാൻ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട് ടു സേവ് മണി ഫോർ ഹിസ് ഫ്യൂച്ചർ ആൻഡ് പ്ലാൻസ് ടു ഇൻവെസ്റ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഇനി നമ്മൾ ലെവൽ 6 പോവുകയാണ്. എൻ്റെ കൂടെ തന്നെ പറയുക, എ മാൻ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട് ടു സേവ് മണി ഫോർ ഹിസ് ഫ്യൂച്ചർ ആൻഡ് പ്ലാൻസ് ടു ഇൻവെസ്റ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ടു ഗ്രോ ഹിസ് വെൽത്ത്. ഇത് നമുക്ക് ഒറ്റ ശ്വാസത്തിൽ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. എ മാൻ ഓപ്പൺസ് എ ബാങ്ക് അക്കൗണ്ട് ടു സേവ് മണി ഫോർ ഹിസ് ഫ്യൂച്ചർ ആൻഡ് പ്ലാൻസ് ടു ഇൻവെസ്റ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ടു ഗ്രോ ഹിസ് വെൽത്ത്.
ഗ്രോ എന്ന് പറഞ്ഞാൽ വളർത്തുക അല്ലെങ്കിൽ വർദ്ധിക്കുക എന്നൊക്കെയാണ് അർത്ഥം. വെൽത്ത് എന്ന് പറഞ്ഞാൽ മണി തന്നെയാണ്, അതായത് ധനം അല്ലെങ്കിൽ സ്വത്ത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ടു ഗ്രോ ഹിസ് വെൽത്ത്, അദ്ദേഹത്തിൻ്റെ പണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്നുകൂടെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നോക്കാം. A man opens a bank account to save money for his future and plans to invest in the stock market to grow his wealth. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളും ഒറ്റ ശ്വാസത്തിൽ പറയാൻ ട്രൈ ചെയ്ത് നോക്കൂ. പറ്റുന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ സ്പീഡിൽ തന്നെ പറഞ്ഞോളൂ. ഇനി നമ്മൾ ലെവൽ 7ലേക്ക് പോവുകയാണ്. കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള സെൻറ്റൻസാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. എൻ്റെ കൂടെ തന്നെ പറയുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീഡിയോ പോസ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യുക. A man opens a bank account to save money for his future and plans to invest in the stock market to grow his wealth and achieve financial stability. ഇപ്പോൾ നമ്മുടെ സെൻറ്റൻസ് ഒരു സൂപ്പർ സെൻറ്റൻസായി മാറിയിരിക്കുകയാണ്. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. A man opens a bank account to save money for his future and plans to invest in the stock market to grow his wealth and achieve financial stability. ഇവിടെ നമ്മൾ ഈ സെൻറ്റൻസിൻ്റെ കൂടെ പുതിയതായിട്ട് ചേർത്തിട്ടുള്ളത് എന്താണ്? ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത് ആൻഡ് അച്ചീവ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു, സ്റ്റോക്ക് മാർക്കറ്റ്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു ഗ്രോ ഹിസ് വെൽത്ത്, അതായത് പണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഒരു കാരണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു കാരണം കൂടെ ഇവിടെ പറയുകയാണ്, ആൻഡ് അച്ചീവ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അച്ചീവ് എന്ന് പറഞ്ഞാൽ നേടുക, സമ്പാദിക്കുക, കൈവരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ 1,30,000-ൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നമ്മളൊരു കാര്യം കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തിട്ട് നമുക്ക് സക്സസ്ഫുള്ളി കിട്ടിയൊരു കാര്യമാണത്. അതുപോലെ തന്നെ ഇവിടെ ഇയാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അച്ചീവ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഫൈനാൻഷ്യൽ എന്ന് വെച്ചാൽ സാമ്പത്തികമായ, ധനപരമായ എന്നൊക്കെയാണ് അർത്ഥം. സ്റ്റെബിലിറ്റി സ്ഥിരത, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിരിക്കുന്ന കസേര അത് സ്റ്റേബിളാണ്, ഇളകാത്തതാണ്, ഉറപ്പുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ കസേരയിൽ നിന്ന് താഴെ വീഴില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു മാസം കിട്ടുന്ന പണം അത് നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തികയുന്നില്ലെങ്കിൽ നമ്മൾ ഫൈനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റിയിലാണ്. ഇൻസ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ അസ്ഥിരത. അപ്പോൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ സാമ്പത്തിക സ്ഥിരത. സാമ്പത്തിക സ്ഥിരത അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സെൻറ്റൻസ് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. A man opens a bank account to save money for his future and plans to invest in the stock market to grow his wealth and achieve financial stability. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളും ഈ സെൻറ്റൻസ് പറഞ്ഞു നോക്കുക. നമുക്ക് ആകെ 10 ലെവലാണുള്ളത്. നമ്മളിവിടെ 8ാമത്തെ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെൻറ്റൻസ് ഒച്ചത്തിൽ പറയുന്നത് സ്കിപ്പ് ചെയ്യരുത്. നമ്മളൊരു പുതിയ ഭാഷ സംസാരിക്കാൻ പഠിക്കുന്ന സമയത്ത് അത് നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ നാവിന് അത് വഴങ്ങുള്ളൂ. അത് മാത്രമല്ല, ഇത് നമ്മുടെ കോൺഫിഡൻസ് കൂടാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ലെവൽ 8ലെ സെൻറ്റൻസ് നോക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളും അത് ഒച്ചത്തിൽ പറയുക. A man opens a bank account to save money for his future and plans to invest in the stock market to grow his wealth and achieve financial stability while also setting aside funds for emergencies. ഇതല്ലാതെ അയാൾ ചെയ്യുന്ന പുതിയൊരു കാര്യം കൂടിയാണ് ഇവിടെ പറയുന്നത്, while also setting aside funds for emergencies. while എന്ന് പറഞ്ഞാൽ അതേസമയം, സെറ്റ് അസൈഡ് എന്ന് വെച്ചാൽ മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ ചേർത്ത് വയ്ക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഫണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഫണ്ട് മാറ്റി വയ്ക്കാറുണ്ട്. വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ ചിലവിന് വേണ്ടിയിട്ട്, അങ്ങനെ പല കാര്യത്തിന് വേണ്ടിയിട്ടും ഫണ്ട് മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ ഫണ്ട് എന്ന് പറഞ്ഞാൽ പണം തന്നെയാണ്, അല്ലെങ്കിൽ ശേഖരം, നിക്ഷേപം, ഇതൊക്കെയാണ് അർത്ഥം. എമർജൻസി എന്ന് പറഞ്ഞാൽ അടിയന്തര ആവശ്യം അല്ലെങ്കിൽ അത്യാഹിതം എന്നൊക്കെയാണ് അർത്ഥം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ വണ്ടി കേടാവുകയാണ്, അത് നമുക്ക് പെട്ടെന്ന് ശരിയാക്കേണ്ട ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ നല്ല ഇടിയും മഴയൊക്കെ ഉള്ള സമയത്ത് ഒരു മരം നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് വീഴുകയാണ്, അത് നമുക്ക് പെട്ടെന്ന് ശരിയാക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഫണ്ട് ആവശ്യമുള്ള എമർജൻസി സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും അയാൾ പണം മാറ്റിവെക്കുന്നുണ്ട്. വൈൽ ഓൾസോ സെറ്റിംഗ് അസൈഡ് ഫണ്ട്സ് ഫോർ എമർജൻസീസ്. അതേസമയം അടിയന്തര ആവശ്യങ്ങൾക്കായി പണം മാറ്റിവെക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. A man opens a bank account to save money for his future and plans to invest in the stock market to grow his wealth and achieve financial stability while also setting aside funds for emergencies. അപ്പോൾ നമ്മൾ ലെവൽ 9 എത്തിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ കഴിയാറായി തുടങ്ങി. ഇനി ഒരു ലെവലും കൂടെ നമുക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് ഒന്നിച്ച് പറഞ്ഞു നോക്കാം.
A man opens a bank account to save money for his future and plans to invest in the stock market to grow his wealth and achieve financial stability while also setting aside funds for emergencies and major life events. And major life events. Major എന്ന് പറഞ്ഞാൽ പ്രധാനമായ അല്ലെങ്കിൽ വലിയ. ഇവൻ്റ് എന്ന് പറഞ്ഞാൽ സംഭവം, വിഷയം, സംഗതി, ഇതൊക്കെയാണ് അർത്ഥം. ആൻഡ് മേജർ ലൈഫ് ഇവൻറ്റ്സ്, പ്രധാന ജീവിത സംഭവങ്ങൾ. അതായത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ കല്യാണം, അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാവുക, ഇതുപോലെ സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മരണം പോലെ ദുഃഖമുള്ള കാര്യങ്ങളായിരിക്കാം. ഇതിന് വേണ്ടിയിട്ടും അയാൾ ഫണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അതായത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇയാളിവിടെ ഫണ്ട് മാറ്റിവെക്കുന്നുണ്ട്. സെറ്റിംഗ് അസൈഡ് ഫണ്ട്സ് ഫോർ എമർജൻസീസിന് വേണ്ടി, അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ മേജർ ലൈഫ് ഇവൻറ്റ്സിന് വേണ്ടിയിട്ട്, ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ സെൻറ്റൻസ് ഒന്നുകൂടെ സ്പീഡിൽ പറഞ്ഞു നോക്കാം. A man opens a bank account to save money for his future and plans to invest in the stock market to grow his wealth and achieve financial stability while also setting aside funds for emergencies and major life events. ഇത് സ്പീഡിൽ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? നിങ്ങൾ ഇതിനു മുമ്പ് ഇത്ര വലിയൊരു സെൻറ്റൻസ് പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലേ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നമുക്കിത് ഒന്നുകൂടെ പറഞ്ഞു നോക്കിയാലോ? A man opens a bank account to save money for his future and plans to invest in the stock market to grow his wealth and achieve financial stability while also setting aside funds for emergencies and major life events. എൻ്റെ കൂടെ പറഞ്ഞിട്ടില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സ്പീഡിൽ പറഞ്ഞു നോക്കൂ. അങ്ങനെ നമ്മൾ അവസാനത്തെ ലെവലിൽ എത്തിയിട്ടുണ്ട്, 10ാമത്തെ ലെവലിൽ എത്തിയിട്ടുണ്ട്. എത്ര ചെറിയൊരു സെൻറ്റൻസിലാണ് നമ്മളിത് തുടങ്ങിയത്, ഇപ്പോൾ വലിയൊരു സെൻറ്റൻസായി മാറിയിരിക്കുകയാണ്. ആദ്യം നമുക്കിത് ഒന്ന് സ്ലോ ആയിട്ട് പറഞ്ഞു നോക്കാം. നിങ്ങൾ എൻ്റെ കൂടെ തന്നെ പറഞ്ഞോളൂ. A man opens a bank account to save money for his future and plans to invest in the stock market to grow his wealth and achieve financial stability while also setting aside funds for emergencies and major life events such as buying a house, getting married and starting a family. ലെവൽ 9ൽ എന്തിനൊക്കെ വേണ്ടിയാണ് ഫണ്ട് മാറ്റിവെച്ചതെന്ന് നമുക്ക് മനസ്സിലായി. എമർജൻസീസിനും അതുപോലെ മേജർ ലൈഫ് ഇവൻറ്റ്സിനും വേണ്ടിയിട്ടാണ് ഫണ്ട് മാറ്റിവെച്ചിട്ടുള്ളത്. പക്ഷേ എന്തൊക്കെയാണ് മേജർ ലൈഫ് ഇവൻറ്റ്സ് എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. കല്യാണം, ഒരു കുട്ടി ഉണ്ടാവുക, മരണം, ഇതുപോലത്തെ സംഭവങ്ങളായിരിക്കാമെന്ന് നമ്മൾ ഗസ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. സച്ചസ് ബൈയിങ് എ ഹൗസ്, ഗെറ്റിംഗ് മാരീഡ് ആൻഡ് സ്റ്റാർട്ടിങ് എ ഫാമിലി. സച്ചസ് ഉദാഹരണമായി ബൈയിങ് എ ഹൗസ്, വീട് വാങ്ങുന്നത്, ഗെറ്റിംഗ് മാരീഡ്, കല്യാണം കഴിക്കുന്നത്, ആൻഡ് സ്റ്റാർട്ടിങ് എ ഫാമിലി, ഒരു ഫാമിലി തുടങ്ങുന്നത്. ഇതൊക്കെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മേജർ ലൈഫ് ഇവൻറ്റ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എമർജൻസീസിന് വേണ്ടിയിട്ടുമാണ് ഫണ്ട് മാറ്റിവെക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ സെൻറ്റൻസ് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. A man opens a bank account to save money for his future and plans to invest in the stock market to grow his wealth and achieve financial stability while also setting aside funds for emergencies and major life events such as buying a house, getting married and starting a family. ലെവൽ 1ൽ നമ്മൾ തുടങ്ങിയ ഒരു കുട്ടി സെൻറ്റൻസ് ലെവൽ 10 ആയപ്പോഴത്തേക്കും വലിയൊരു സെൻറ്റൻസായി മാറിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഒന്നുകൂടെ സ്പീഡിൽ പറഞ്ഞു നോക്കാം. A man opens a bank account to save money for his future and plans to invest in the stock market to grow his wealth and achieve financial stability while also setting aside funds for emergencies and major life events such as buying a house, getting married and starting a family. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സ്പീഡിൽ പറഞ്ഞു നോക്കൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ലെവൽ 10 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണം തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനിയും ഡിഫറെൻറ്റ് ടോപ്പിക്സിൽ നമുക്ക് ഇതേ രീതിയിലുള്ള വീഡിയോസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.